ഗൈസ്, വെൽക്കം ബാക്ക് ടു ബനാന ടോക്സ്. വീട്ടിൽ വെറുതെ ഇരുന്ന് ബോറടിച്ച് പോർത്തു എങ്കിൽ എവിടെയെങ്കിലും പോകാമെന്ന്. അപ്പം ഞാൻ ആദ്യം ചോദിച്ചേടാ നമുക്ക് എവിടെയെങ്കിലും പോയാലോ എന്ന്. അപ്പം എന്താ ആദ്യം നീ എന്നോട് പറഞ്ഞത്? ബീച്ചിൽ പോകാമെന്ന്. അപ്പം നമ്മുടെ അടുത്ത് ചങ്ങനാശ്ശേരിന്ന് അടുത്തുള്ള ബീച്ച് ആലപ്പുഴയാണ്. അപ്പം ഞാനും അവനും വണ്ടിയൊക്കെ സ്റ്റാർട്ട് ചെയ്ത് ആലപ്പുഴ ബീച്ചിൽ പോവാണ്. അപ്പം നെക്സ്റ്റ് വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്യാം. അല്ലേ ആദി? നോക്കിക്ക്, ചിരിച്ചേ, ചിരിക്കും. ഗൈസ്, ഞങ്ങളുടെ വണ്ടി പെട്രോൾ ഇല്ലായിരുന്നു. നമ്മൾ പെട്രോൾ അടിക്കാനായിട്ട് ഇപ്പോൾ പമ്പിലാണ് വന്നിരിക്കുന്നത്. ആദ്യം എങ്ങോട്ടോ പോകുന്നുണ്ട്. ആദ്യം എവിടെ പോയാലും കുരുത്തക്കേട് അവൻ്റെ ഹൈലൈറ്റ് ആണ്. ഞാൻ പെട്രോൾ അടിക്കുന്ന സമയം കൊണ്ട് അവൻ പോയി നിൽക്കുവാണ്. ഗൈസ്, അങ്ങനെ ഫൈനലി നമ്മുടെ ആലപ്പുഴ ബീച്ചിൽ എത്തിയിട്ടുണ്ട്. ഞാൻ ജസ്റ്റ് ബോറടിച്ചിരുന്നപ്പോൾ ആലപ്പുഴ ബീച്ചിൽ വരാമെന്ന് ഓർത്താണ് വന്നത്. പക്ഷെ പിന്നെയാണ് ഇവിടെ വന്നപ്പോഴത്തേക്കിനാണ് ഇവിടുത്തെ തിരക്കും കാര്യങ്ങളും ഒക്കെ കണ്ടപ്പോൾ ഒരു കാര്യം മനസ്സിലായത്. ഞാൻ കാണിക്കാം കേട്ടോ. നമ്മുടെ ആലപ്പുഴ ബീച്ചിൽ ബീച്ച് ഫെസ്റ്റ് നടക്കുന്നതിൻ്റെ ഭാഗമായിട്ട് ഇവിടെ അക്വാ ഷോയും പിന്നെ ഒരുപാട് റൈഡും കാര്യങ്ങളും എല്ലാം ഇവിടെയുണ്ട്. അപ്പോൾ ഒരുപാട് നാളെ സ്കൂൾ തുറക്കുന്നത് കൊണ്ട് ഒരുപാട് തിരക്കും ഉണ്ട് ഇവിടെ. ഇതാണ് നമ്മുടെ അക്വാ ഷോയുടെ ഇതാണ് നമ്മുടെ അക്വാ ഷോ വരുന്നത്. ഞാൻ ബാക്കി ഡീറ്റെയിൽഡ് വീഡിയോസ് ഞാൻ അപ്ലോഡ് ചെയ്യാവേ. ആദി സ്പെക്സ് കാണിച്ചേ. ആണോ ഗൈസ്? ഇവിടെ ഒരുപാട് ആൾക്കാരുണ്ട്. ആദ്യം ഇവരെയൊക്കെ കണ്ടപ്പോൾ ഭയങ്കര ഹാപ്പി ആയിട്ടുണ്ട്. ഒരു കുതിര. ഗൈസ്, ഈ ആലപ്പുഴ ബീച്ചിൽ കുതിര സവാരി വേണ്ടവർക്കായിട്ട് ഇവിടെ കുതിരയൊക്കെ അവൈലബിൾ ആണ്. ലാസ്റ്റ് ആയിട്ട് ഞാൻ ഊട്ടിക്ക് പോയപ്പോഴത്തേക്കിനാണ് ഗൈസ് ഞാൻ കുതിരപ്പുറത്തൊക്കെ കയറിയത്. ഇവിടെ മരണക്കിണറൊക്കെ ഉണ്ട്. ഞാൻ ഇങ്ങോട്ട് വരാമെന്നൊരു ചേട്ടൻ എന്നോട് പറഞ്ഞായിരുന്നു. ഇവിടെ മരണക്കിണറൊക്കെ ഉണ്ട്. ഒരാൾക്ക് വരുന്ന റേറ്റ് 120 റുപ്പീസാണ്. അക്വാ ഷോയ്ക്ക് വരുന്നത് 120 റുപ്പീസാണെന്നൊക്കെ ഒരുപാട് പേര് അവിടെ നിന്ന് പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ ഒരു ചേട്ടൻ എന്നോട് അതിനെപ്പറ്റി എന്നോട് സംസാരിച്ചു. ഇത് നല്ല രസമുണ്ടല്ലേ ഗൈസ്? ലൈറ്റ്സ് അറേഞ്ച്മെന്റ്സ് ഒക്കെ ആയിട്ട് ഇത് ഒരുപാട് നല്ല രസമുണ്ടല്ലേ? ഈ ഒരു വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും എന്തോരം ക്രൗഡ് ഉണ്ടെന്ന് ഇവിടെ. ഗൈസ്, ഞാൻ എത്തുന്നതിന് മുമ്പേ നമ്മുടെ ആദ്യം ഇവിടെ നമ്മുടെ വിഷ്ണു ചേട്ടൻ തന്ന കണ്ണാടിയൊക്കെ വെച്ച് ഇവിടെ വേണ്ട എക്സ്പ്ലോർ ചെയ്യുവാണ്. ഒരുപാട് ആൾക്കാരുണ്ട് ഇവിടെ. ഞങ്ങൾ രണ്ടുപേരും കുറച്ച് മണൽ കൊണ്ട് കളിക്കാൻ തുടങ്ങിയപ്പോഴത്തേക്കിനും വെള്ളം വന്ന് മൊത്തം നശിപ്പിച്ചു. അപ്പോൾ ആദ്യം തന്നെ അവൻ്റെ കലാവിദ്യകൾ മൊത്തം കാണിക്കുകയാണ്. ഗൈസ്, ഇപ്പോൾ ടൈം ഒരു 7 o'clock ഒക്കെ ആയി വരുന്നു. ഇപ്പം ഞാൻ കാണിക്കാം. ഞാൻ വന്ന ടൈമിലെ തിരക്കും ഇപ്പോഴത്തെ തിരക്കും ഞാൻ നിങ്ങളെ കാണിക്കാം കേട്ടോ. എന്തോരാളാണ്. അപ്പോൾ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം. കാണിച്ചു തരാം. ബീച്ചിലായിട്ടും റൈഡിലൊക്കെ കയറാനുമായിട്ട് ഒരുപാട് ആൾക്കാരുണ്ട്. അപ്പോൾ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ. 31st ബീച്ച് ഫെസ്റ്റ് നടക്കുമ്പോഴത്തേക്കിന് ഇവിടെ ഇതിലും ഭയങ്കര ക്രൗഡായിരിക്കും. അപ്പം മാക്സിമം ആൾക്കാർ എന്തെങ്കിലും വയ്യായികയൊക്കെ ഉള്ളവർ ഇവിടെ വരാണ്ടിരിക്കാൻ നോക്കുക. പിന്നെ ഫോട്ടോസിൻ്റെ കാര്യമൊന്നും എടുത്ത് പറയേണ്ട ആവശ്യമില്ലല്ലോ.
വരുന്നൊരു ടൈമാണ്. ഈ ഒരു ടൈമിലെ ക്രൗഡ് കണ്ട് നിങ്ങൾ എന്തോരം വണ്ടിയാണ്. മാക്സിമം 2 വീലറിൽ വരാൻ നിങ്ങൾ നോക്കണം. 2 വീലറിൽ വന്നാൽ മാത്രമേ നിങ്ങൾക്ക് പെട്ടെന്ന് എത്താൻ പറ്റുള്ളൂ. പക്ഷേ 4 വീലറിലാണ് വരുന്നതെങ്കിൽ നിങ്ങളുടെ സ്റ്റക്കായി പോകും.